ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ ഹെൽത്ത് കെയർ ട്രേഡർ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് എങ്ങനെ വാഷ് ചെയ്യും, അതും 1/2 ബക്കറ്റ് വെള്ളം കൊണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. ഇത് മെയിനായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശം, ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ ബാംഗ്ലൂരിൽ ഈ അപ്പാർട്ട്മെൻറ്റിലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതും ഒരു ബൈക്ക് നല്ലപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഈ 1/2 ബക്കറ്റ് വെള്ളം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിക്കളയാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശരി. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് പൊടിയാണ്. അത് നമ്മളെ ബൈക്ക് മൂടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നിങ്ങൾ കണ്ടാലറിയാം. ഈ ബൈക്കുണ്ട്, ഇത് ചുക്കിലുമല വരെ പിടിച്ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ ബൈക്ക് പൊടി പിടിച്ചിരിക്കുന്നതാണ് ഇഷ്ടവുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക്. ചിലവരൊക്കെ കണ്ടിട്ടുണ്ടോ, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. RS200 ആണ് എൻ്റെ ഹെൽക്കാറ്റ്. അപ്പോൾ ഇവനിപ്പോൾ ഇങ്ങനെ പൊടി പിടിച്ച് 2.5 ആഴ്ചയോ 3 ആഴ്ചയോ എങ്ങാണ്ടോ ആയി ഇങ്ങനെ ഇരിക്കുന്നു. കൊറോണയും ഇതാ കാരണം എടുക്കാറില്ല, അതുകൊണ്ട് പൊടി പിടിച്ച് ആകെ കോലം കെട്ട അവസ്ഥയിലിരിക്കുകയാണ്. ചെയിനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു, പക്ഷേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഓടിക്കേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞാൽ ഈ അവധിയും കാര്യങ്ങളും എല്ലാം. ഇതാണ് എൻ്റെ ഹെൽക്കാറ്റ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. 1/2 ബക്കറ്റ് വെള്ളം, പിന്നെ കുറച്ച് ക്ലീനിങ് ക്ലോത്ത്സും, പിന്നെ കുറച്ച് ബ്രഷ്, പിന്നെ പോളിഷ് ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് കഴുകാൻ പോകാം. അപ്പോൾ നമ്മുടെ വണ്ടി അതിൻ്റെ ഇടയിൽ നിന്നൊന്ന് ഇറക്കണം, അല്ലെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടാണ് കഴുകാൻ. അപ്പം നമുക്കൊന്ന് ഇറക്കാം. അപ്പോൾ കഷ്ടപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. ഒരു 3-4 വണ്ടി മാറ്റേണ്ടി വന്നു. ഡോമിനാറൊന്നും ആണെങ്കിൽ നീങ്ങുന്ന പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് അപ്പോൾ ഓക്കെ, ഒട്ടും വെയിറ്റ് ചെയ്യാതെ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. Find a way to break through, a way to break through.
ഇപ്പോൾ ഏകദേശം വെള്ളമൊഴിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ മുഴുവൻ ഇപ്പോഴും പാണ്ടുണ്ട്. ഇവിടെ ഈ ക്ലോറിനുള്ള വെള്ളം ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമാണ്. ഇത് നമുക്ക് ഉടൻ തന്നെ ഒന്ന് തൂത്ത് റെഡിയാക്കാം. അപ്പം തുടച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഏകദേശം പകുതി കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. എന്നാലും അവിടെ ഇവിടെ പാണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിന് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷ്. അപ്പം നമുക്കിനി പോളിഷ് ചെയ്യാം. ഷീബയുടെ പ്രൊഫഷണൽ ഓൾ ഇൻ വൺ ഒരു പോളിഷാണ്. ഇത് ഏത് സർഫസിനും ഓക്കെയാണ്. നമുക്ക് ഏത് സർഫസിൽ വന്നാലും ഉപയോഗിക്കും. എൻ്റെ വേറൊരു പോളിഷും ഉണ്ടായിരുന്നു ഫോർമുല 1-ൻ്റെ. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫൈബറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു വെളുത്ത പാട്ട് പോലും. അപ്പം നമുക്ക് ഈ പോളിഷ് ഉപയോഗിച്ച് ഇപ്പോൾ ചെയ്ത് തുടങ്ങാം. ഓക്കെ. ഇപ്പം നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് പോളിഷ് ചെയ്യുക. റൗണ്ടായിട്ട് എല്ലായിടത്തും ചെയ്യും. റൗണ്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവിടെ ചിലപ്പോൾ റൗണ്ടായിട്ട് പാട് വരും. പക്ഷെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈക്വലായിട്ട് ഫില്ലും. അപ്പം നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂവ്സിൻ്റെ ഇടയിലെത്താൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഞാനെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടാണ് മിക്കതും ചെയ്യുന്നത്. നിങ്ങളും അതൊക്കെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യമേ നമുക്കിത് മുഴുവൻ വണ്ടി മുഴുവൻ തേച്ച് പിടിപ്പിക്കാം. ഏകദേശം പോളിഷ് എല്ലാം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിലോട്ട് ഇറക്കി വെച്ചിട്ട് കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് എടുക്കാം. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gon' feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing. Got a taste for blood and my tongue
keeps bleeding from the words I spit. So sharp, so freezing, so cold. Behold, frostbite they feeling. I could tear you apart or I could go heal them. Don't believe in fate, don't believe in ceilings. I just need a taste and my mind starts peeling. I don't pace myself, I grind on kneeling. Got lust for change, I just love the feeling. Dying. അപ്പം ഹെൽക്കാറ്റിൽ നിന്ന് നമ്മളെല്ലാം കുട്ടപ്പനാക്കി തിരിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും കുറച്ച് നാളും കൂടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അറിയാനുണ്ട്, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും. ആൻഡ് ഡു പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ഇതുപോലത്തെ കണ്ടന്റുകൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ഹെൽക്കാറ്റ് റൈഡർ സൈനിങ് ഓഫ്. ബൈ.